ഹായ്, ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. സംസാരം ടിവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ലൊരു തോരനാണ് ഞങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോൾ നോക്കിയാൽ 2 സവോളയെങ്കിലും കാണും. അപ്പോൾ സവോള കൊണ്ട് നല്ലൊരു തോരൻ കറിയാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത്. പണ്ട് അമ്മയൊക്കെ ഞങ്ങൾക്ക് ചെറിയുള്ളി ഉപയോഗിച്ചാൽ തോരൻ കറി ഉണ്ടാക്കി തരുന്നത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചെറിയുള്ളിയൊക്കെ നമുക്ക് തൊലി കളഞ്ഞൊക്കെ എടുക്കാൻ ഒത്തിരി താമസമാവും. സവോളയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞങ്ങൾ 4 മീഡിയം സൈസിലുള്ള സവോള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 4 പച്ചമുളക് വേണം. നമുക്ക് സവോള ഇവിടെ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് 4 പച്ചമുളകും കൂടെ അരിഞ്ഞെടുക്കാം. അത് നമുക്ക് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. 4 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കത് ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സവോളയിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 3 സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർക്കുന്ന സമയത്ത് കുറച്ചേ ചേർക്കാം. സവോളയാകുമ്പോൾ വേറെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉപ്പ് സവോളയിലേക്ക് പിടിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. അല്പസമയം ഇരുന്ന് കഴിയുമ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് സവോളയിൽ നിന്ന് ഇറങ്ങിക്കൊള്ളും. പിന്നെ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ ഞങ്ങളിവിടെ മഞ്ഞൾപ്പൊടി ചേർത്തുണ്ടാക്കാറില്ല. അതുകൊണ്ട് മഞ്ഞളില്ലാത്ത എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നെങ്കിൽ അല്പം നിറമൊക്കെ കിട്ടും. അപ്പോൾ ആ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി ഇളക്കിയൊക്കെ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച ശേഷം നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാടൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിക്കരുത്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവുള്ളൂ. വെളിച്ചെണ്ണ ഒരുപാടായി പോയിട്ടുണ്ടെങ്കിൽ സവോള കുഴഞ്ഞു പോകും. ഇനി നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ട് നമുക്കിനി ചെറിയുള്ളി, ഒരു 5 ചെറിയുള്ളിയാണ് ഞങ്ങളിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ആവുന്നോണം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചൂട് ചോറും ഈ സവോളത്തോരനും അതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. സ്കൂളിൽ പിള്ളേർക്ക് കൊടുത്തു വിടാനാണെങ്കിലൊക്കെ അമ്മ നമുക്ക് ഉണ്ടാക്കി തരുമായിരുന്നല്ലേ? അമ്മ ഞങ്ങൾക്ക് പണ്ടൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. പെട്ടെന്ന് ഒന്ന് ആവി കയറുന്ന താമസം കൊണ്ട് തോരനാവും. ഇവിടെ ഉള്ളിയൊക്കെ ചെറുതായിട്ട് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി പെട്ടെന്ന് വീട്ടിൽ വറ്റൽമുളക് ഇല്ലെങ്കിൽ നമുക്ക് ഇതേ അളവിൽ തന്നെ 1 ടീസ്പൂൺ നമുക്ക് ചുമന്ന മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളക് അതിൻ്റെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് വേണം കേട്ടോ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആ പച്ചമുളകും അപ്പം നോക്കിയിട്ട് വേണം ഈ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് വഴന്ന് വരുമ്പോൾ ആ തോരൻ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നന്നായിട്ടെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഇവിടെ തിരുമ്മി വെച്ച സവോള അത് നമുക്ക് നന്നായിട്ട് കണ്ടോ നല്ല മയമൊക്കെ ആയിട്ടുണ്ട്. നല്ല അതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം നമ്മൾ ചേർക്കണ്ട. അപ്പം നമുക്ക് ഈ സവോള ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് മൂടി വെച്ചിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളൊരു കാബേജ് തോരനാണ് പെട്ടെന്ന് തോന്നിപ്പോൾ. നമ്മൾ സവോള തോരൻ വെക്കുമ്പോൾ സവോള തന്നെ ആയിരിക്കണമല്ലോ. അപ്പോൾ കാണാനൊക്കെ ഒരു നല്ല വെളുത്ത് നല്ലോണം ഇരിക്കുമ്പോൾ ആ സവോളയുടെ അതേ നിറത്തിൽ അപ്പം വെള്ളം ചേർത്ത് കുഴഞ്ഞു പോകും. നമ്മൾ ഒരധികം വെളിച്ചെണ്ണയും പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മൂടി വെച്ച് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളതൊന്ന് തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ തോരൻ റെഡി ആയോ എന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു. നന്നായിട്ട് ആവി കഴിഞ്ഞാൽ ഇഞ്ചിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ നോക്കാമല്ലോ ഉപ്പുണ്ടോയെന്ന്. ഉപ്പൊക്കെ ഉണ്ട്, നല്ല രുചിയുണ്ട് കേട്ടോ. ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും ആ വറ്റൽമുളകിൻ്റെയൊക്കെ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറും വന്നിട്ടുണ്ട്. നമ്മൾ മൂടി വെക്കാതെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അല്ലേ? കൊടുക്കാം. ഇനി തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡ്രൈ ആക്കി എടുത്താൽ മതി. അന്നത്തേയും തീ കുറച്ചിടണം.
അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യാം. സവോളത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നുള്ളൂ. ഇപ്പോൾ പുറത്തൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു തലേദിവസം ആണെങ്കിൽ പോലും ഒരു സവോള എടുത്ത് അരിഞ്ഞ് ഒരു എയർ ടൈറ്റുള്ള പാത്രത്തിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുത്ത് ഒന്ന് തേങ്ങയൊക്കെ ചേർത്ത് 2 മുളകൊക്കെ അരിഞ്ഞിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. പിന്നെ കമൻറ്റുകളെല്ലാം അറിയിക്കണം. നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.